ഹലോ എവ്രി വൺ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ യൂണിറ്റ് 1 എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ സ്റ്റോപ്പ് ചെയ്തത്? കോമ്പണൻസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അവയർനെസ്, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എൻവയോൺമെന്റ് എന്തൊക്കെയാണ്, അവർ അനുഭവിക്കുന്ന ചാലഞ്ചസ്, ഇതൊക്കെ പഠിക്കാൻ തോന്നും അല്ലെ? പിന്നെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, പാർട്ടിസിപ്പേഷൻ ഇൻ ആക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ഈ ക്ലാസ്സിൽ എന്താണ് കോമ്പണൻസ് ഓഫ് എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ്സിൽ എക്കോസിസ്റ്റം ഹാസ് ടു മേജർ കോമ്പണൻസ്, രണ്ട് മേജർ കോമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? അബയോട്ടിക്കും ബയോട്ടിക്കും. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ലീവിങ് തിങ്സ്, ജീവനില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബയോട്ടിക് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? എയർ, വാട്ടർ, സോയിൽ, സൺലൈറ്റ്, ടെമ്പറേച്ചർ, മിനറൽ, ഇതൊക്കെ എന്താണ്? അബയോട്ടിക് ആണ്, ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലെ? ബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ഓർഗാനിസം, ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോട്ടിക് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അപ്പൊ ബയോട്ടിക്കിൽ വരുന്നത്? പ്ലാന്റ്സ്, അനിമൽസ്, ഹ്യൂമൻസ്, ഇതൊക്കെയാണ് എന്ത് ബയോട്ടിക്കിൽ വരുന്നത് അല്ലെ? അപ്പൊ കോമ്പണൻസ് ഓഫ് എൻവയോൺമെന്റിൽ ഒന്നിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. കോമ്പണൻസ് ഓഫ് എൻവയോൺമെന്റിൽ രണ്ട് മേജർ കോമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? അബയോട്ടിക്കും ബയോട്ടിക്കും. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്ത വസ്തുക്കൾ. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള. അപ്പൊ ഈ അബയോട്ടിക് നോൺ ലിവിങ് കോമ്പണൻസിൽ എന്തൊക്കെയുണ്ട്? അവരെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ജീവനില്ലാത്ത വസ്തുക്കൾ, അവരെ സോർട്ട് ചെയ്തിട്ടുണ്ട്. 3 കോമ്പണൻസ് ആയിട്ട് അവരെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലൈമറ്റിക് കണ്ടീഷൻ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഫിസിക്കൽ ആയിട്ട് ഫാക്ടേഴ്സ് ചെയ്യുന്നു, അതുപോലെ ക്ലൈമറ്റിക് ആയിട്ടുള്ള ഡിപ്പെൻഡന്റ്. ഏതൊക്കെയാണ്? എയർ, വാട്ടർ, സോയിൽ, ടെമ്പറേച്ചർ, ലൈറ്റ്, ഇതൊക്കെയാണ് എന്താണ്? ക്ലൈമറ്റിക് അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട്. ഇനി അടുത്ത എന്താണ്? ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. എന്താണ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് നമ്മൾ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓർഗാനിക് അല്ല, നേച്ചർ പ്രോസസ് അല്ല, അല്ലാണ്ട് ഇൻഓർഗാനിക് ആയിട്ട് അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ത്? ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. അതിൽ എന്തൊക്കെയുണ്ട്? വാട്ടർ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അതുപോലെ കാർബൺ ഉണ്ട്, സൾഫർ ഉണ്ട്, ഫോസ്ഫറസ്, എക്സെട്ര. ഇതൊക്കെയാണ് എന്ത്? ഇൻഓർഗാനിക് സബ്സ്റ്റൻസിൽ വരും. ഓർഗാനിക് സബ്സ്റ്റൻസ് എന്താടാ? നേച്ചർ റിസോഴ്സ്, നേച്ചർ കോമ്പണന്റ്, നേച്ചർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്ത്? ഓർഗാനിക് സബ്സ്റ്റൻസ്. എന്തൊക്കെയാണ്? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ ലിപ്പിഡ്സ്, ബയോമാസ് ഓർ ദ എൻവയോൺമെന്റ്, ഇതൊക്കെ എന്താണ്? ഓർഗാനിക് സബ്സ്റ്റൻസിൽ വരുന്നതാണ്. ഓക്കെ. ഇനി ബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ജീവനില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോട്ടിക് എന്ന് പറയുന്നത് അല്ലെ? അതിൽ തന്നെ ഉണ്ട് ഓട്ടോട്രോഫിക് കോമ്പണന്റും ഹെട്രോട്രോഫിക് കോമ്പണൻസും. എന്താണ് ഓട്ടോട്രോഫിക് കോമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ മേക്ക് ദർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ് ഓർ കെമിക്കൽ. അവരെന്താണ്? അവരുടെ ഫുഡ് ഉണ്ടാക്കുക അല്ലെ? നമ്മൾ നമ്മുടെ ഫുഡ് തന്നെ ഉണ്ടാക്കുന്നത്. ദർ ഓൺ ഫുഡ്, അവർക്ക് ആവശ്യമുള്ള വളർച്ച. അപ്പൊ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള സാധനം എന്താണ്? അവർ തന്നെ ഉണ്ടാക്കുന്നവരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോട്രോഫിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താടാ? ഫോട്ടോസിന്തസിസ് അല്ലെ? പ്ലാന്റ്സിന് സൺലൈറ്റ് തട്ടുന്നു, അവർ ആ പ്ലാന്റ്സിന്റെ ഉള്ളിൽ അവർ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, അവർ സ്വന്തമായി വളരുന്നു. അതാണ് എന്ത്? ഓട്ടോട്രോഫിക് കോമ്പണൻസ്. എക്സാമ്പിൾ ഗ്രീൻ പ്ലാന്റ്സ്, ആൽഗെ, സം ബാക്ടീരിയ അല്ലെ? അതിൽ തന്നെ ഫോട്ടോസിന്തസിസ് ഉണ്ട് പറഞ്ഞു നമ്മള്. യൂസിങ് സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഒക്കെ വെച്ചിട്ട് എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ എന്തുണ്ട്? കെമോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസിങ് കെമിക്കൽ ഇൻസ്റ്റെഡ് ഓഫ് സൺലൈറ്റ് ഇൻ സം ബാക്ടീരിയ. ഈ ബാക്ടീരിയയിലൊക്കെ വളരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ ഈ സൺലൈറ്റിന് പകരം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് വളരുന്നുണ്ട്. അതാണ് എന്ത്? കെമിസിന്തസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഫോട്ടോട്രോപിക്സ് ഉണ്ട്, കണ്ടെയ്ൻ ഗ്രീൻ ഫോട്ടോസിന്തസിസ് പിഗ്മെന്റ്, ക്ലോറോഫിൽ. അതുപോലെ കീമോട്രോപ്പ് യൂസ് എനർജി ജനറേറ്റ് ഇൻ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോഡക്ട്സ്, ബട്ട് ദേ ആർ സിഗ്നിഫിക്കന്റ് ഇൻ എക്കോസിസ്റ്റം അല്ലെ? ഇനി അടുത്ത എന്താണ്? ഹെട്രോട്രോഫിക് കോമ്പണൻസ്. എന്താണ് ഹെട്രോട്രോഫിക് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ? ദേ കനോട്ട് മേക്ക് ദർ ഓൺ ഫുഡ്. അവർക്ക് അവരുടെ സ്വന്തമായ ഫുഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ആര്? ഹെട്രോട്രോഫിക് എന്ന് പറയുന്നത്. ദ ഓർഗാനിസം കനോട്ട് മേക്ക് ദർ ഓൺ ഫുഡ്. അവർക്ക് ഒരിക്കലും അവരുടെ ഫുഡ്, അവരെപ്പോഴും എന്ത് ചെയ്യണം? ഒരു ആള് ഡിപ്പെൻഡ് ചെയ്യണം അല്ലെ? അവരുണ്ടാക്കിയ ഫുഡ് വേണം ഇയാള് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരിക്കലും അവരുടെ ഫുഡ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റാണ്ട് അവർ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ആരൊക്കെയാണ്? അനിമൽസ്. അനിമൽസിൽ എന്തൊക്കെയാണ്? കൗ, ലയൺ, ഹ്യൂമൻസ് അല്ലെ? പിന്നെന്താ? ഫംഗൈ ലൈക്ക് മഷ്റൂംസ്, മോസ്റ്റ് ബൈ. ഈ ഹെട്രോട്രോപ്സ് തന്നെ കുറെ എന്തുണ്ട്? ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹെർബിവോറസ്, കാർണിവോറസ്, ഒമ്നി. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന അല്ലെ? ഹെർബിവോറസ് എന്താണ്? പ്ലാന്റ്സിന് മാത്രം. കാർണിവോറസ് എന്താണ്? ഒള്ളി അനിമൽസ്. ഒമ്നിവോറസ് എന്താണ്? ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതിൽ തന്നെ മാക്രോ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അവരെന്ത് വിളിക്കാം? ഫോട്ടോഗ്രാഫ്സ് എന്ന് വിളിക്കാം. വിച്ച് ഇൻക്ലൂഡ്സ് മെയിൻലി അനിമൽ വിച്ച് ഇംഗസ് അതർ ഓർഗാനിസം, ഓർഗാനിക് മാറ്റർ. ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ഫുഡ് ഹാബിറ്റ് കൺസ്യൂം മേ ദർ ഓൺ ഹെർബിവോറസ് ഓർ കാർണിവോറസ്. അവർ ഹെർബിവോറസ് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കാർണിവോറസ് ആവാം. മൈക്രോ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അവരെന്ത് വിളിക്കാം? ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ റെഡ്യൂസേഴ്സ് അല്ലെ? ഇൻക്ലൂഡ് മൈക്രോ ഓർഗൻസ് സച്ച് ബാക്ടീരിയ,
ഫംഗൈ, ഇവർക്ക് എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവിങ് നിന്ന് അവരെന്താണ് ഫുഡ് എടുക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ദെയർ ഓൺ മേക്ക് ദെയർ ഓൺ ഫുഡ്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, ദേ ഡിപ്പെൻഡ്. ഓക്കെ, അടുത്ത എന്താടാ, ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് അല്ലെ. ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? ഇപ്പൊ നമുക്ക് നോർമലി പറയാൻ പറ്റും നേച്ചുറൽ എൻവയോൺമെന്റ് ഉണ്ട് എന്ന് പറയാം. നാച്ചുറൽ എൻവയോൺമെന്റ് എന്താണ്? നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് ഹ്യൂമൻസ്, എക്സിസ്റ്റ് നാച്ചുറൽ. ഏതൊക്കെയാണ്? മൗണ്ടെയിൻസ്, ഫോറസ്റ്റ്, റിവേഴ്സ്, ഓഷൻ. പിന്നെ നമുക്ക് എന്ത് പറയാം? ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ്, ബിൽഡിങ്സ്, റോഡ്സ്, പാർക്സ്, വെഹിക്കിൾ, ബ്രിഡ്ജ്. ഇതൊക്കെ എന്താണ്? ഈ എൻവയോൺമെന്റിൽ പെട്ട സംഭവങ്ങൾ തന്നെയാണ്. നമുക്ക് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റിൽ നമുക്ക് പെട്ടെന്ന് കത്തുന്ന രണ്ടുപേരാ, ഒന്ന് നേച്ചർ എൻവയോൺമെന്റ്, ഒന്ന് ആർട്ടിഫിഷ്യൽ. നേച്ചർ എന്താണ്? നേച്ചർ നമുക്ക് തരുന്നത് അല്ലെ, ഫോറസ്റ്റ്, മൗണ്ടെയിൻസ് അല്ലെ. പിന്നെ എന്താ പറയാ, ആർട്ടിഫിഷ്യൽ എന്തൊക്കെയാണ്? ബിൽഡിങ്സ്, റോഡ്സ്, പാർക്ക്. ഇവിടെ തന്നിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ആരൊക്കെയാണ്? ഫിസിക്കൽ എൻവയോൺമെന്റ്. എന്താണ് ഫിസിക്കൽ എൻവയോൺമെന്റ്? സെക്കൻഡ് വൺ എന്താ? ബയോട്ടിക് എൻവയോൺമെന്റ്. തേർഡ് വൺ എന്താ? സോഷ്യൽ ഓർ കൾച്ചർ എൻവയോൺമെന്റ്. എന്താണ് ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ അബയോട്ടിക് എൻവയോൺമെന്റ് എന്നും വിളിക്കും. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ലിവിങ് ഓർഗാനിസം ആണ് എന്ത്? അബയോട്ടിക്. ജീവനില്ലാത്ത വസ്തുക്കളെ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് അല്ലെങ്കിൽ നേച്ചർ തരുന്ന സാധനം, നമ്മുടെ ചുറ്റുമുള്ള നോൺ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത്. എയർ, വാട്ടർ, സോയിൽ, സൺലൈറ്റ്, ടെമ്പറേച്ചർ, ഇവരൊക്കെ എന്താണ്? ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. സെക്കൻഡ് വൺ ആരാണ്? ബയോട്ടിക് എൻവയോൺമെന്റ്. ബയോട്ടിക് എൻവയോൺമെന്റ് എന്താണ്? ലിവിങ് ഓർഗാനിസം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അല്ലെ. എന്തൊക്കെയാണ്? പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗൻസ്, ഹ്യൂമൻസ്. അതാണ് എന്ത്? ബയോട്ടിക് എൻവയോൺമെന്റ്. ഇനി സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇൻക്ലൂഡ്സ് പീപ്പിൾ അറൌണ്ട് us, സോഷ്യൽ റിലേഷൻഷിപ്പ്, കൾച്ചർ അല്ലെ, ഫാമിലി, ഫ്രണ്ട്സ്, സ്കൂൾ, ഗവൺമെന്റ്, റൂൾസ്, ലോസ്. ഇതൊക്കെ എന്താണ്? സോഷ്യൽ ഓർ കൾച്ചർ എൻവയോൺമെന്റ്. അപ്പൊ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ്, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ്. പിന്നെ അടുത്തത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, സ്കൂള്, ഗവൺമെന്റ്. ഇതൊക്കെ എന്താണ്? ഒരു സോഷ്യൽ എൻവയോൺമെന്റ് ആണ് അല്ലെ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻവയോൺമെന്റ്, നമ്മൾ നമ്മുടെ ചുറ്റുപാടും എൻവയോൺമെന്റ് അല്ലെങ്കിൽ നേച്ചറിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അണ്ടർസ്റ്റാൻഡ്, അപ്രിഷിയേറ്റ് ദ എൻവയോൺമെന്റ്. നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, ഇഷ്യൂസ് കണ്ടെത്തി അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക അല്ലെ. പിന്നെന്താണ്? എൻവയോൺമെന്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എൻവയോൺമെന്റ്, ദ ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയേഴ്സ്. നമ്മൾ ഹ്യൂമൻ ബിഹേവിയേഴ്സിന് ഇമ്പാക്ട് എന്താണ്? നമ്മളിപ്പോ ഒരു പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും അല്ലെ. അതാണ് എന്ത്? അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താണ്? ഹൗ ഹ്യൂമൻ ക്യാൻ പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ അത് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. നമ്മൾ എന്തൊക്കെ പറയണം? അത് ഇപ്പൊ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് ഇടരുതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ. അതുപോലെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ റെഡ്യൂസ് പൊല്യൂഷൻസ് എങ്ങനെ നമുക്ക് പീപ്പിൾസിനെ കൊണ്ട് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും, അതുപോലെ കൺട്രോൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ. നമുക്കിപ്പോ തണുപ്പാണ്, നമുക്ക് എക്സ്ട്രീം തണുപ്പ്. ഇപ്പൊ റെയിനി സീസൺ ആണ് അല്ലെ. റെയിനി സീസൺ എന്താണ്? എക്സ്ട്രീം ആയിട്ട് ഹെവി റെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കാൻ. ഇതൊക്കെ ആര് കാരണം? നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ സംഭവിക്കുന്നത്. സേവ് ബയോഡൈവേഴ്സിറ്റി, അനിമൽസിനെയും പ്ലാന്റ്സിനും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ സേവ് ചെയ്യണം. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ എന്തിനാണ് വൈ ടു സ്പ്രെഡ് എൻവയോൺമെന്റ്? എന്തിനാണ് നമ്മൾ അവയർനെസ് കൊടുക്കുന്നത്? നമ്മൾ സ്കൂളിൽ കൊടുക്കാം, കോളേജസിൽ കൊടുക്കാം അല്ലെ. നമ്മൾ സ്കൂളിലും കോളേജിലും ഇപ്പൊ നമ്മളിവിടെ BEd എന്തിനാ പഠിക്കുന്നത്? നമ്മൾ ഈ ഒരു ടീച്ചറായി പോകുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻവയോൺമെന്റ് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, ഇന്ന കാര്യങ്ങളാണുള്ളത്, അവയർനെസ് കൊടുക്കുക, അതെങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലെ. ദേ ആർ ബിക്കം ഇൻക്രീസ്ലി കോൺഷ്യസ് ഓഫ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. നമുക്ക് അവരെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ചെയ്യണം, അത് ഇഷ്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ അറിയിക്കണം. പിന്നെ എന്തൊക്കെയാണ്? പീപ്പിൾസ് ആർ നൗ അവൈലബിൾ നീഡ് ടു പ്രൊട്ടക്ട് ദ now aware of the need to protect the natural environments of air, water, soil, and nature capital, which means man depends ആയിട്ടുള്ള എയർ, വാട്ടർ, സോയിൽ. ഇതൊക്കെ ഇവർക്ക് ഇപ്പൊ മനസ്സിലായി അല്ലെ. ഇത് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി തുടങ്ങിയിട്ട്. The environmental issues are important because the absence of the solution is more horrible അല്ലെ. എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ്. നമ്മൾ എന്തിനാണ് ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ അതിന്റെ അവയർനെസ് പ്രോഗ്രാംസ് എന്തിനാ അത്ര നമ്മൾ ചെയ്യുന്നത് എന്തിനാ? അതില്ലാണ്ട് നിൽക്കുമ്പോഴുള്ള ഹൊറിബിൾ സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻവയോൺമെന്റൽ അവയർനെസ് കൊടുക്കുന്നത്. വേസ് ടു പ്രൊമോട്ട് എൻവയോൺമെന്റ്, എങ്ങനെയൊക്കെ നമുക്ക് എൻവയോൺമെന്റൽ അവയർനെസ് കൊടുക്കാം? എങ്ങനെയൊക്കെ? ഇംപ്ലിമെന്റ് ആൻഡ് എനർജി സേവ് പ്ലാൻ അല്ലെ.
make sustainability a core value, put recycle bins around the neighborhood, encourage the use of more sustainable transport, educate the children environment. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ സറൗണ്ടിങ്സിൽ റീസൈക്കിൾ ബിൻ വെക്കുക, അല്ലെ, പ്ലാന്റ്സ് നടുക, അല്ലെ, പ്ലാസ്റ്റിക്സ് ഒക്കെ ഒഴിവാക്കി നമ്മൾ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ നോക്കുക. പിന്നെ എഡ്യൂക്കേറ്റ് ചിൽഡ്രൻസ് അബൌട്ട് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ് ചിൽഡ്രൻസിന് എന്ത് ചെയ്യണം? നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യാണ്? ക്യാമ്പയിൻ പ്രോഗ്രാംസ് ക്യാമ്പയിൻ ചെയ്യണം, അല്ലെ, സ്റ്റാർട്ട് ഓൺലൈൻ ക്യാമ്പയിൻ സ്പെസിഫിക് എൻവയോൺമെന്റ്. ഇന്ന കോഴ്സ് വരുമ്പോ അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ വരുമ്പോൾ നമ്മൾ ക്യാമ്പയിൻ നടത്തി നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഇനി അടുത്തത് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്. എന്താണ് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആർ പേഴ്സൺ ഫീലിങ്സ്, അല്ലെ, നമ്മുടെ ഫീലിങ്സ്, അതുപോലെ നമ്മുടെ ബിലീവ്സ്, നമ്മുടെ ബിഹേവ്സ് ടുവേർഡ്സ് എൻവയോൺമെന്റ് നേച്ചർ. അതാണ് എന്ത്? എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ദ കളക്ഷൻ ഓഫ് ബിലീവ്സ് ആൻഡ് ബിഹേവിയർ ഇന്റൻസ് ഓഫ് പേഴ്സൺ ഓൾ. നമ്മുടെ ഇമോഷൻസ്, അതിന്റെ ഒക്കെ ഒരു കളക്ഷൻ, നമ്മുടെ ബിലീവ്, അതുപോലെ നമ്മുടെ ബിഹേവിയർ ടുവേർഡ്സ് നേച്ചർ, മാസ് കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ കോണ്ടാക്ട്, സ്കൂൾ, പേഴ്സണൽ എക്സ്പീരിയൻസ്, കൾച്ചർ, പേഴ്സണാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ എന്താണ്? എഫക്റ്റഡ് ബൈ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്, അല്ലെ, മാസ് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇതാക്കുമ്പോൾ നമ്മൾ തന്നെ അവയർനെസ് ആവും, അല്ലെ. പിന്നെ പേഴ്സണൽ കോണ്ടാക്ട്സ് വെച്ചിട്ട് സ്കൂളിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കൾച്ചർ. അപ്പൊ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ആണ്, നമ്മുടെ ഫീലിങ്സ് ആണ്, നമ്മുടെ ബിലീവ്സ് ആണ്, നമ്മുടെ ബിഹേവിയർ ആണ് എന്ത്? ടുവേർഡ്സ് ദ നേച്ചർ. നേച്ചറുമായിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് പറയുന്നത്, അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യാം? എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി ഓഫ് എ ടീച്ചർ, അതുപോലെ പ്രോപ്പർ ടീച്ചിങ് മെത്തേഡ്. നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, നമ്മളൊരു ടീച്ചറാണ്, അപ്പൊ നമ്മൾ നേച്ചറിനെ എത്രത്തോളം ലവ് ചെയ്യുന്നു, നമുക്ക് നേച്ചറിനോടുള്ള കണക്ഷൻ, അത് എന്തിനു ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ പഠിപ്പിക്കുന്ന മക്കൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെ. അതുപോലെ പ്രോപ്പർ ടീച്ചിങ് മെത്തേഡ്സ്, നമ്മൾ എടുക്കുന്ന ടീച്ചിങ് മെത്തേഡിനെ എന്ത് ചെയ്യും? കുട്ടികളെ ബാധിക്കും. നമ്മൾ നല്ല രീതിയിൽ, നല്ല എക്കോ ഫ്രണ്ട്ലി ആയി, നല്ല രീതിയിൽ അവർക്ക് എൻവയോൺമെന്റിൽ ഇത്രയും പ്യുവർ ആണ്, അത് അപ്രിഷിയേറ്റ് ചെയ്യണം, അതിനെ പ്രൗഡ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, അല്ലെ. സാറ്റിസ്ഫാക്ഷൻ ഓഫ് പീപ്പിൾസ് ക്യൂരിയോസിറ്റി ത്രൂ അപ്രോപ്രിയേറ്റ് ടെക്നിക്. use a literature related to environment. Spread of environmental awareness among young students. യങ് സ്റ്റുഡൻസിന്റെ ഇടയിൽ എന്ത് കൊടുക്കണം? എൻവയോൺമെന്റൽ അവയർനെസ് കൊടുക്കണം. കാരണം അവരാണ് ഭാവി തലമുറ, അവരാണ് ഇനി എന്ത് ചെയ്യുന്നുണ്ട്? എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ. പിന്നെന്താണ്? ഫോസ്റ്ററിങ് പോസിറ്റീവ് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ സ്റ്റ്യൂർഡ്ഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ പ്ലാനറ്റിനോടും അതിൽ എൻവയോൺമെന്റിനോടൊക്കെ നമുക്ക് എന്ത് വേണം? ഒരു ഫീലിങ്സ് വരണം, അല്ലെ. പിന്നെ പോസ്റ്റർ, ഓർഗനൈസ് ഫെസ്റ്റിവൽ, അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യും? ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും, നമുക്കൊരു കണക്ഷൻ എന്ത് ചെയ്യും? ഒരു നേച്ചറിനുമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്തെന്താണ്? എക്കോളജിക്കൽ ഇന്റലിജൻസ്. എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന സിമ്പിൾ വേർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മുടെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? അത് സൊല്യൂഷൻ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാണ്. അതാണ് എന്ത്? എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത്. ഇസ് എ സ്പെസിഫിക് മെന്റൽ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദർ എൻവയോൺമെന്റ്. ഹ്യൂമൻ ബീങ്സും അതുപോലെ തന്നെ എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്റർ കണക്ഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ദർ ഇമ്പാക്ട്സ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത്, എന്നിട്ട് എന്ത് ചെയ്യാണ്? പ്രൊട്ടക്ട് ചെയ്യാണ് എൻവയോൺമെന്റിനെ. എക്കോളജി ക്യാൻ ബി റെഫേർഡ് ടു ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ബിഹേവിയർ ആട്രിബ്യൂട്ട് മേക്കിംഗ് ഡിസിഷൻ ആൻഡ് ദർ എക്കോളജിക്കൽ സേഫ് അറ്റ് പേഴ്സൺ ലോക്കൽ ഗ്ലോബൽ ലെവൽ. നമ്മൾ പറഞ്ഞ പോലെ ആക്ഷൻ, ഹ്യൂമൻ ആക്ഷൻസിന് എൻവയോൺമെന്റ്, അല്ലെ, അതിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ കോൺഷ്യസ് ആവുക, ബിറ്റ്വീൻ ലിവിങ് ബീനും നാച്ചുറും തമ്മിൽ കോൺഷ്യസ് ആവുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? എക്കോളജിക്കൽ ഇന്റലിജൻസ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഓഫ് എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ യൂസിങ് എ ബൈസിക്കിൾ ഇൻസ്റ്റെഡ് ഓഫ് എ കാർ. കാർ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് സൈക്കിൾ ഉപയോഗിക്കാം, അല്ലെ. അതൊന്നും പോസിബിൾ അല്ല. നമ്മൾ ദൂരയാത്രയിൽ നമ്മൾ കാറിൽ തന്നെ പോകണം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? ഏറ്റവും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? സേ നോ ടു പ്ലാസ്റ്റിക്, അല്ലെ. പ്ലാസ്റ്റിക് യൂസ് ചെയ്യാണ്ട് നമുക്ക് എന്താ ഫ്രീ എൻവയോൺമെന്റ് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ അതൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് നമ്മൾ വെജിറ്റബിൾസ് നമ്മളായിട്ട് ഉണ്ടാക്കാം. എന്താ? നമുക്കും തന്നെ ഹെൽത്തിയാണ്, നമ്മുടെ എൻവയോൺമെന്റിനും ഹെൽത്തിയാണ്, അല്ലെ. സപ്പോർട്ടിങ് വൈൽഡ് ലൈഫ് കൺസേൺ, സേവിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. വാട്ടർ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അല്ലെ. കൂടുതൽ എന്താണ്? അനാവശ്യമായിട്ട് കളയണം. അതുപോലെ ഇലക്ട്രിസിറ്റി,
ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. അതാണ് എന്ത് എക്കോളജിക്കൽ ഇന്റലിജൻസ്. നമ്മുടെ ബുദ്ധിപരമായി ചിന്തിച്ച് എന്തിന് ഇൻസ്റ്റഡ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് എന്ത് എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത എന്താണ് ഡയമെൻഷൻസ് ഓഫ് എക്കോളജിക്കൽ ഇന്റലിജൻസ്. ഏതൊക്കെയാണ്? നാച്ചുറൽ റിസോഴ്സസ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, കോൺഫറൻസ്, കരിക്കുലം. ഇപ്പൊ നമ്മുടെ പൊല്യൂഷൻസ് ഉണ്ടാവും, നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അതാണ് എന്ത് നമ്മുടെ എക്കോളജിക്കൽ ഇന്റലിജൻസുമായിട്ട് നമ്മൾ പറയുന്നത് അല്ലെ. ആ പ്രോബ്ലംസിനെ എങ്ങനെ നമ്മൾ ഇതാക്കും? എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഉണ്ടാക്കുക, ഇന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ഒരു ക്യാമ്പയിനിങ് നടത്തി അത് ആൾക്കാരിൽ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അതാണ് എന്ത് എക്കോളജിക്കൽ ഇന്റലിജൻസ്. നമ്മുടെ ബ്രെയിനുമായിട്ട് നമ്മുടെ ബുദ്ധി ചിന്തയിലൂടെ പോകുന്ന കാര്യങ്ങൾ സയൻസും ടെക്നോളജി ഒക്കെ വെച്ച് നമ്മൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഡയമെൻഷൻസ് ഓഫ് എക്കോളജിക്കൽ ഇന്റലിജൻസ്. അടുത്ത എന്താടാ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ്? എക്കോളജിസ്റ്റ് ദ എബിലിറ്റി ടു ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു പെർസീവ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ അബൌട്ട് ദർ എൻവയോൺമെന്റ്. പിന്നെന്താണ്? പോസിറ്റീവ് റെസ്പോൺസ് ഓഫ് ഹ്യൂമൻ ബീങ് ടുവേർഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് കൺസിഡർ എക്കോളജിക്കൽ സെൻസിറ്റീവ്. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ് അല്ലെ. നമ്മളൊരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുകയാണ് നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കാം. ഇറ്റ് ഈസ് എ ബേസിക് ട്രേറ്റ് ഫൗണ്ട് ഇൻ മെനി ഓർഗാനിസം ആൻഡ് ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് ഡിഫറെന്റ് എൻവയോൺമെന്റ് കണ്ടീഷൻ. നമ്മൾ ഏതൊരു ഡിഫറെന്റ് എൻവയോൺമെന്റ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. പീപ്പിൾ വേരി ഇൻ ദ സെൻസിറ്റീവ് ടു ദ എൻവയോൺമെന്റ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദർ എബിലിറ്റി ടു perceive and process information about the environment അല്ലെ. എൻവയോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അടുത്തത് എന്താണ്? ആൻഡ് ഇൻഡിവിജ്വൽസ് ലെവൽസ് ഓഫ് environment sensitivity is the result of complex interplay between genes and environment influence across the development. അടുത്ത നമ്മൾ പറഞ്ഞ ടൂൾസ് ഫോർ ആൻഡ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ടൂൾ ആണ്. ഫസ്റ്റ് എന്താ? ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ സ്കെയിൽ. എന്താണ് ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ സ്കെയിൽ എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ അഡൽട്ടിന് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഹു ആർ മോർ സെൻസിറ്റീവ് ടു എൻവയോൺമെന്റ് സ്റ്റിമുലൈ ഇമോഷൻ സോഷ്യൽ. ഇതെന്താണ്? അഡൽട്ടുമായിട്ട് കൊടുക്കുന്ന പേഴ്സൺ സൈക്കോളജി ആണ് എന്ത് പേഴ്സൺ സ്കെയിൽ ആണ് എന്ത് HSP അല്ലെങ്കിൽ ഹൈ സെൻസിറ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത എന്താണ്? HSSC. എന്താണത്? ഹൈലി സെൻസിറ്റീവ് ചൈൽഡ് അല്ലെ. ചിൽഡ്രൻ ഹു ആർ മോർ അവെയർ ടു ദ സറൗണ്ടിങ്. അതുപോലെ ഇമോഷണലി ഡീപ്പ് ആൻഡ് ഈസിലി എഫക്റ്റഡ് ബൈ ചേഞ്ചസ്, ഓഫൺ വെരി കെയറിംഗ് അബൌട്ട് ആനിമൽസ് നേച്ചർ മാസ് അല്ലെ. അതാണത്. ദിസ് ചിൽഡ്രൻസ് ആർ മേ ഷോ സ്ട്രോങ് കൺസേൺ. അപ്പൊ ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ സ്കെയിൽ അതുപോലെ HSSC ഇത്രയും കാര്യങ്ങളാണ് എന്ത് ടൂൾസ് ഫോർ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. ഇനി ഡയമെൻഷൻസ് ഓഫ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്താണ്? എൻവയോൺമെന്റൽ എംപതി, പൊല്യൂഷൻ മൈഗ്രേഷൻ, എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസ്, സെൻസിറ്റീവ് ടു ദ ഹെൽത്ത് ഇഷ്യൂസ്, വേസ്റ്റ് മാനേജ്മെന്റ്, കൺസർവേഷൻ. ഇതൊക്കെയാണ് എന്താടാ ഡയമെൻഷൻസ് ഓഫ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അവയർനെസ്, എക്കോളജിക്കലിന്റെ എൻവയോൺമെന്റ് അവയർനെസ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അവിടെ ആറ്റിറ്റ്യൂഡ്സ് പറഞ്ഞു, ഇന്റലിജൻസ് പറഞ്ഞു, സെൻസിറ്റിവിറ്റി പറഞ്ഞു. ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ ബുദ്ധിപരമായിട്ട് ഇന്റലിജൻസുമായി നമ്മുടെ സെൻസിറ്റിവിറ്റി നമ്മുടെ ഇമോഷൻസ് കണക്റ്റുമായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ എൻവയോൺമെന്റ് എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ്. എത്രത്തോളം നമുക്കത് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ബാക്കിയുള്ളവരിൽ എത്തിക്കണം. അതാണ് എന്ത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.